ജയൻ മലയാളികളുടെ മാത്രമല്ല ലോക സിനിമയുടെ തന്നെ അഭിമാനമാണ്. മരണമടഞ്ഞ് 45 വർഷം പിന്നിട്ടിട്ടും ഇന്നും സൂപ്പർ താരമായി ജ്വലിച്ചു നിൽക്കുന്ന മഹാനടനാണ് ജയൻ. ലോകത്തിൽ മരണമടഞ്ഞ ശേഷം 2 നടന്മാരാണ് ഇന്നും എവർലാസ്റ്റിംഗ് ഹീറോ ആയി നിലനിൽക്കുന്നത്. ഒന്നാമത് ബ്രൂസ് ലീ, രണ്ടാമതായി ജയൻ. ലോക ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ 2 നടന്മാരാണ് ബ്രൂസ് ലീയും ജയനും. ആയതിൽ ജയൻ മലയാളികളുടെ സ്വന്തം ഇതിഹാസ താരമാണ്. ജയൻ എങ്ങനെയാണ് ഇതിഹാസ താരമായി മാറിയത്? വില്ലനായി കടന്നു വന്ന് സൂപ്പർ താരമായ ലോകത്തെ ഒരേ ഒരു നടനാണ് ജയൻ. 1972 നേവി ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ജയൻ കുഞ്ചോക്കോയുടെ പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ജയൻ ആദ്യമായി അഭിനയിച്ച ചിത്രം പോസ്റ്റ്മാനെ കാണുവാനില്ല. എന്നാൽ അതിനു മുമ്പ്, 1 വർഷം മുമ്പ്, പൗർണമി എന്ന ചിത്രത്തിൽ ഡ്രാക്കുളയുടെ വേഷം ജയൻ ചെയ്തു. ഒരുപക്ഷെ ഇറങ്ങിയിരുന്നെങ്കിൽ ഡ്രാക്കുള ആയിരിക്കും ജയൻ്റെ ആദ്യ ചിത്രം. രവികുമാർ നായകനായിരുന്ന ഡ്രാക്കുളയിൽ വില്ലൻ വേഷമാണ് ജയൻ അഭിനയിച്ചത്. നിർഭാഗ്യവശാൽ ഡ്രാക്കുള വേഷം അഭിനയിച്ച പൗർണമി എന്ന ചിത്രം പുറത്തിറങ്ങിയില്ല. 1974 ശാപമോക്ഷം എന്ന ജേസി ചിത്രത്തിലൂടെയാണ് ജയൻ അഭിനയരംഗത്ത് സജീവമാകുന്നത്. ശാപമോക്ഷം എന്ന ചിത്രത്തിൽ ആദ്യത്തെ രാത്രി എന്ന് തുടങ്ങുന്ന ഒരു ഗാനരംഗം അതിഭംഗിയായി ജയൻ അഭിനയിച്ച് ഫലിപ്പിച്ചു. ജയൻ്റെ ജൈത്രയാത്ര അവിടെ തുടങ്ങുകയാണ്. ശാപമോക്ഷത്തിലെ ആ ഗാനരംഗത്തിൽ ജയൻ്റെ അസാധാരണമായ അഭിനയം കണ്ട് സംവിധായകനും അതിൽ അഭിനയിച്ച നടന്മാരായ ജോസ് പ്രകാശും ഉമ്മറുമൊക്കെ വല്ലാണ്ട് ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ ഇത്രത്തോളം ഭംഗിയായി ഗാനരംഗത്തിൽ ശോഭിക്കുന്നത് വളരെ വിചിത്രമായിരുന്നു. എന്നാൽ അസാധാരണമായ ജയൻ്റെ അഭിനയശേഷി കാരണം സംവിധായകന് ഒരു ആഗ്രഹം തോന്നി, ഒരു സീന് കൂടെ ജയന് കൊടുക്കണം. അങ്ങനെ ജയൻ എന്ന കൃഷ്ണൻ നായർക്ക് സംവിധായകൻ ജേസി ഒരു രംഗം കൂടെ കൂട്ടിച്ചേർത്തു. എന്തായാലും ശാപമോക്ഷം പുറത്തിറങ്ങി. ജയനെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ നായർ എന്ന ജയനെ, ആ കൃഷ്ണൻ നായർ എന്ന പേര് മാറ്റി ജയനാക്കി മാറ്റിയത് മറ്റാരുമല്ല, മലയാളത്തിലെ എവർലാസ്റ്റിംഗ് വില്ലനായ ശ്രീ ജോസ് പ്രകാശാണ്. ശരിക്കും ജയൻ്റെ ഉയർച്ചയിൽ, ജയൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ജോസ് പ്രകാശ്. സാധാരണ തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന് പറയുന്ന മഹാനടനാണ് എല്ലാവർക്കും പേരിടുന്നത്. സത്യൻ മാസ്റ്ററെ സത്യനേഷൻ എന്ന് വിളിച്ചു, നസീർ സാർ അബ്ദുൽ ഖാദറിനെ നസീർ എന്ന് നാമകരണം ചെയ്തു. ഇങ്ങനെയുള്ള പേരിടുന്നതിൽ സമർത്ഥനായ ആ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ആ ഒരു റോളാണ് ശരിക്കും പറഞ്ഞാൽ ജോസ് പ്രകാശ് ഏറ്റെടുത്തത്. അങ്ങനെ ജോസ് പ്രകാശാണ് കൃഷ്ണൻ നായർ എന്ന ആ നേവി ഉദ്യോഗസ്ഥൻ്റെ പേരിനെ ജയനെന്ന് മാറ്റിയെടുത്തത്. അന്ന് ശാപമോക്ഷത്തിലൂടെ മലയാള സിനിമയിലേക്ക് ജയൻ പ്രിയങ്കരനായി മാറി. 1974 ആ ചിത്രത്തിലെ 1-2 രംഗങ്ങളിൽ വന്ന നടനായ ജയൻ ഇന്നും 2025 സൂപ്പർ താരമായി നിലനിൽക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ജയൻ്റെ നിരവധി AI ചിത്രങ്ങൾ ഭാവിയിൽ വരാൻ പോവുകയാണ്. ഇത്രത്തോളം മലയാളികളെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ സ്വാധീനിച്ച ഒരു നടനുണ്ടെങ്കിൽ അത് ജയൻ മാത്രമാണ്. ജയൻ്റെ സ്റ്റൈൽ, ജയൻ്റെ ശബ്ദ സൗകുമാര്യം, ജയൻ്റെ ചിരി, ജയൻ്റെ സ്റ്റണ്ട്, ജയൻ്റെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ് ഒക്കെ മലയാളികൾ കാണാൻ വ്യഗ്രതപ്പെടുന്നുണ്ട്. ഇന്നത്തെ പുതിയ തലമുറ പോലും ജയനെ അനുകരിക്കുന്നുണ്ട്. ജയനെ അനുകരിക്കാത്തതായിട്ട് മലയാളത്തിൽ ഒരു നടന്മാരും ഇല്ല. മമ്മൂട്ടിയായാലും മോഹൻലാലായാലും രതീഷായാലും ഒക്കെ ജയനെ അനുകരിച്ചിട്ടുണ്ട്. ഒത്തിരി നടന്മാർ ജയനെ എന്തുകൊണ്ടാണ് അനുകരിച്ചത്? ജയനെപ്പോലെ ഇത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന മറ്റു നടൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല.